അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വെൽക്കം ടു ഫെയ്ത്ത് ടോക്സ് വിത്ത് ജംഷീർ. നമ്മൾ ഇന്ന് ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതുവരെ നമ്മൾ മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുടെ സ്റ്റോറികൾ ചെയ്യുന്ന സീരീസാണ് ചെയ്തിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം കുടുംബത്തിൽ തന്നെ ജനിച്ച് ഇസ്ലാമിനെ അറിയാതെ പോയി, വേണ്ട രീതിയിൽ പഠിക്കാതെ പോയി, പിന്നീട് ഇസ്ലാമിൻ്റെ ആ ഒരു അന്തസത്തയെ ഉൾക്കൊള്ളുകയും ഇസ്ലാം എന്ന സത്യത്തെ തിരിച്ചറിയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു പ്രാക്ടീസിങ് മുസ്ലിം എന്ന ഒരു ലെവലിലേക്ക് കടന്നു വന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അത്തരം ആളുകളുടെ സ്റ്റോറി ചെയ്യുന്ന ഒരു സീരീസാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കുന്നത്. ആ ഒരു സ്റ്റോറി ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം, ആദ്യമൊക്കെ ഇങ്ങനെയൊരു സീരീസിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷെ ഇത് അനിവാര്യമാണ്. എന്തെന്നാൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവർ എക്സ് മുസ്ലിങ്ങളെന്നും എത്തീസ്റ്റുകളെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി തലങ്ങും വിലങ്ങും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന സത്യത്തെ, അത് ജനങ്ങൾക്ക് മുമ്പിൽ ഇത് സത്യമാണ്, ഞങ്ങളിത് അനുഭവിച്ചവരാണ് എന്ന് വിളിച്ചു പറയുന്നതിന് നമുക്ക് മടിയുണ്ടായിക്കൂടാ. അപ്പോൾ ഇസ്ലാം, അതിൻ്റെ പ്രതാപം അതാളുകൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം എന്നുള്ളതാണ് ഇങ്ങനെയൊരു സീരീസ് ആരംഭിക്കുന്നതിന് നമുക്ക് പ്രചോദനമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ തന്നെ സ്റ്റോറിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പാരമ്പര്യമായ വിശ്വാസാചാരങ്ങൾ അത് അതേപടി പുലർത്തിപ്പോരുന്നു എന്നതല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയോ ഇസ്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുകയോ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഭൂരിഭാഗം മുസ്ലിങ്ങളും യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ്. അവർ ഇസ്ലാമിനെ അറിഞ്ഞ് കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരുന്ന ആളുകളാണ് എന്ന് പറയാൻ കഴിയില്ല. അത് വളരെ കുറച്ച് മുസ്ലിങ്ങൾ മാത്രമാണ് അങ്ങനെ ദീനിനെ, ഇസ്ലാമിനെ കൃത്യമായി ജീവിതത്തിൽ കണിശമായി കൊണ്ടു നടക്കുന്ന ആളുകൾ. ഇതിന്റെ കാരണം, ഇവിടെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്, മദ്രസ വിദ്യാഭ്യാസമുണ്ട്, അതുപോലെയുള്ള ദീനി സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അധിക സ്ഥാപനങ്ങളിൽ നിന്നും കൃത്യമായി ലഭിക്കേണ്ട ഇസ്ലാമിന്റെ യഥാർത്ഥമായ അറിവ് അത് ലഭിക്കുന്നില്ല. അതിലൂടെ ചിട്ടയായ ഒരു പഠനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ള പ്രധാന കാരണം. മറ്റു കാരണങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ സാധാരണ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അത് പാരമ്പര്യമായി കണ്ടുവന്നിരുന്നതും പഠിച്ചു വന്നിരുന്നതുമൊക്കെയായി ചെയ്തു പോന്നു. എന്നാൽ പിന്നീട് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കേണ്ട അവന്റെ മാർഗദർശനം അത് ഇസ്ലാമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടത്, അതിന് കാരണമായത് എൻ്റെ പിതാവിൻ്റെ മരണമാണ്. 10-12 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് രോഗിയായി കിടന്നിരുന്ന സന്ദർഭം. രോഗിയായി എൻ്റെ പിതാവ് കിടന്നിരുന്ന സന്ദർഭത്തിൽ കൃത്യമായി എൻ്റെ പിതാവിനെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള പരിചരണം നൽകാനോ ഒന്നുമുള്ള പക്വത, യഥാർത്ഥത്തിൽ പക്വതയുള്ള പ്രായമായിരുന്നിട്ടും ആ പക്വത ഞാൻ കാണിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം എൻ്റെ ലോകം എന്ന് പറയുന്നത് മറ്റൊരു ലോകമാണ്.
കളർഫുൾ ആയിട്ടുള്ള ഒരു വേൾഡ്. അതിലൊരുപാട് കൂട്ടുകാർ, ഒരുപാട് സ്വപ്നങ്ങൾ, യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലെ നിൽക്കുന്ന ഒരുപാട് മോഹങ്ങൾ, അതിൻ്റെയൊക്കെ പിന്നാലെ പാറി പറന്ന് നടന്നിരുന്ന ഒരു കാലമായിരുന്നു അത്. യഥാർത്ഥത്തിൽ എൻ്റെ ആഗ്രഹം ഒരു സിനിമാ മേഖലയിലേക്ക്, അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു നടനായോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായോ തിരക്കഥ എഴുതുന്ന ആളായോ അങ്ങനെ ഏതെങ്കിലും ഒരു തലത്തിലേക്ക് എത്തിപ്പെടണമെന്നതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹം. അങ്ങനെ ആ കഥകളുമായി പ്രശസ്തരായിട്ടുള്ള ചില ആളുകളെയൊക്കെ ഞാൻ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്, കഥകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു മോഹം ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന ഒരു കാലം, ആ സമയത്താണ് എൻ്റെ പിതാവ് പെട്ടെന്ന് അസുഖം ബാധിക്കുകയും അധികം കിടക്കാതെ പെട്ടെന്ന് തന്നെ മരണപ്പെടുകയും ചെയ്തത്. അത് യഥാർത്ഥത്തിൽ ആ ദിവസം എനിക്ക് ഓർമ്മയുണ്ട് കൃത്യമായി. ഇതുപോലെ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയം എൻ്റെ പിതാവ് അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ വീട്ടിലേക്ക്, ഡോക്ടർ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. രാവിലെ എൻ്റെ പിതാവിന് അസുഖം പെട്ടെന്ന് മൂർച്ഛിച്ചു. അപ്പോ മാതാവ് പറയുന്നുണ്ട്, ഉമ്മ പറയുന്നുണ്ട്, ഉപ്പാക്ക് തീരെ വയ്യ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അപ്പൊ സാധാരണ എൻ്റെ ഉപ്പ ഹോസ്പിറ്റലിൽ പോവാനുള്ള അസുഖമുണ്ടായാലും അത് പറയാറുമില്ല, പോവാറുമില്ല. പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ ഉപ്പയുടെ ശരീരത്തിലുള്ള വേദന കൊണ്ടായിരിക്കാം ഉപ്പ ഇങ്ങോട്ട് പറയുകയാണ്, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാമെന്നുള്ളത്. അങ്ങനെ എൻ്റെ ഉപ്പയെ ഞങ്ങളെല്ലാം കൂടെ വണ്ടിയിൽ കയറ്റി, ജ്യേഷ്ഠനും ഉമ്മയും എല്ലാം വണ്ടിയിൽ കയറി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. പുറകെ ഞാൻ എൻ്റെ ബൈക്കെടുത്ത് ഞാനും ഹോസ്പിറ്റലിലേക്ക് പോയി. എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പ ഇറങ്ങുമ്പോഴുള്ള ആ ഒരു കാഴ്ച, അതായിരുന്നു ജീവനോടെയുള്ള എൻ്റെ അവസാനത്തെ കാഴ്ച. ഹോസ്പിറ്റലിൽ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത്, ഹോസ്പിറ്റലിൻ്റെ അത്യാഹിത വിഭാഗത്തിൽ ആ ഡോറ് തുറന്നു നോക്കിയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, എൻ്റെ ഉപ്പയുടെ ചേതനയറ്റ ശരീരത്തിൽ നെഞ്ചിൽ കിടന്ന് എൻ്റെ ഉമ്മ കരയുന്നതാണ്. ആ ഒരു കാഴ്ച, അവിടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്ന നിമിഷമായിരുന്നു അത്. ഇങ്ങനെയും ചില കയ്പുള്ള സത്യങ്ങൾ, അനുഭവങ്ങൾ അത് ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടതുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടൊരു നിമിഷമായിരുന്നു അത്. എന്നെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് ഒരാൾ കുറഞ്ഞു പോവുക, ഒരാൾ മരണപ്പെട്ടു പോവുക എന്നുള്ളത് അതിനു മുമ്പ് ബുദ്ധി വെച്ച കാലം മുതൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ പിതാവാണ് മരണപ്പെട്ടിരിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെയും ഞാനും എൻ്റെ പിതാവും തമ്മിൽ വലിയൊരു ബന്ധമില്ലെങ്കിലും, അങ്ങനെ പറഞ്ഞാൽ എൻ്റെ പിതാവ് വലിയ രീതിയിൽ സ്നേഹപ്രകടനങ്ങൾ നടത്താത്ത ഒരാളാണ്. പക്ഷെ ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്. അപ്പോൾ ഒരു തുറന്ന സംസാരങ്ങളോ അല്ലെങ്കിൽ അത്തരം അടുപ്പമുള്ള സ്നേഹപ്രകടനങ്ങളോ ഞങ്ങൾ തമ്മിൽ ഇല്ലെങ്കിലും എൻ്റെ ഉള്ളിലും എൻ്റെ പിതാവിൻ്റെ ഉള്ളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം അത് വളരെയധികമുണ്ട്. എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു സന്ദർഭം, അത് എനിക്കൊരു ശൂന്യത, വല്ലാത്തൊരു ശൂന്യതയാണ് ആ സമയത്ത് അനുഭവപ്പെട്ടത്. ഞങ്ങൾ ഉപ്പയുടെ മയ്യത്തുമായി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീടിൻ്റെ അന്തരീക്ഷം ആകെ മാറുന്നു. വീട്ടിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. ആളുകളുടെ അടക്കിപ്പിടിച്ച സംസാരങ്ങൾ,
അകത്ത് ഉമ്മയുടെയും അടുത്ത ബന്ധുക്കളുടെയും എല്ലാം കരച്ചിലുകൾ. ഇതിനിടയിൽ ഞാൻ ഉപ്പയുടെ മയ്യത്തിനരികെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി തന്നെ നിൽക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്ക് എന്നോടൊന്നും പറയാനുണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ കളിക്കുന്ന, എൻ്റെ കൂടെ സിനിമക്ക് വന്നിരുന്ന, എൻ്റെ കൂടെ തിന്മകൾ ചെയ്യാൻ, എൻ്റെ കൂടെ മറ്റുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനെല്ലാം എൻ്റെ കൂടെ നിന്നിരുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. അവർക്കെല്ലാം വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷെ അവരെല്ലാം നിശബ്ദരാണ്. ആ നിശബ്ദരായി നിൽക്കുന്ന കൂട്ടുകാരെ തള്ളിമാറ്റി അവിടേക്ക് എൻ്റെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരനെ കുറിച്ചൊന്ന് വിശദമായി പറയേണ്ടതുണ്ട്. ഞാനിങ്ങനെ എൻ്റെതായ ഒരു ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കാറുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ആ ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നത്. എന്നോട് പറയും, ഇതിലൊന്നും അർത്ഥമില്ല, ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുന്നതിലൊന്നും അർത്ഥമില്ല, ജീവിതം ഒന്ന് മാത്രമാണ്. അത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കണം. നമ്മൾ ഈ ലോകത്ത് വന്നത് അള്ളാഹുവിന് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയാണ്. ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തെ നീ തിരിച്ചറിയണം. ഇങ്ങനെ എല്ലാം എന്നെ ഉപദേശിക്കും. മാത്രമല്ല ഖുർആൻ പഠന ക്ലാസ്സുകൾക്ക് എന്നെ ക്ഷണിക്കും. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറാണ്. ഞാൻ അവനെ കേൾക്കും, എന്നാൽ അത് എൻ്റെ മനസ്സിലേക്ക് എടുക്കുകയില്ല. ഞാൻ എൻ്റെതായ ഒരു സ്വപ്നങ്ങൾക്ക് പിറകിലായിരുന്നു. ഞാൻ എൻ്റെതായ ഒരു ലോകത്തായിരുന്നു ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉപദേശങ്ങളൊന്നും എൻ്റെ ഹൃദയത്തിൽ കയറിയിരുന്നില്ല. ആ ചെറുപ്പക്കാരനാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. പക്ഷെ അവിടെ എൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് നടന്നിരുന്ന കൂട്ടുകാർ ഒന്നും അവർക്ക് പറയാനില്ലാതിരുന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് പറയാനാണ്. അവന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്. അവൻ എൻ്റെ അരികിലിരുന്നു, എൻ്റെ തോളത്ത് കൈവച്ചു. എന്നിട്ടൊരു പുസ്തകം അവൻ തുറന്നു വെക്കുകയാണ്. അവൻ എന്നോട് പറഞ്ഞു, ഇത് മയ്യത്ത് നിസ്കാരത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. ഇതിൽ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നിന്റെ പിതാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് നിന്റെ പിതാവിന് ഉപകാരപ്പെടുക എന്നവൻ എന്നോട് പറയുകയാണ്. നോക്കൂ, അത്രയും കൂട്ടുകാർ, എൻ്റെ കൂട്ടുകാർ എനിക്ക് ചുറ്റും, അവർക്കൊന്നും പറയാനില്ലാതിരുന്നപ്പോൾ ജീവിതത്തിൻ്റെ നിരർത്ഥകത, ഈ ഒരു ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ലക്ഷ്യങ്ങളുള്ള ജീവിതത്തിന്റെ നിരർത്ഥകത എനിക്ക് ബോധ്യപ്പെട്ട സമയത്ത് I have got something to tell you. I have something important with me to share with you എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കടന്നു വന്ന ചെറുപ്പക്കാരൻ, എൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ, അവൻ എന്നോട് പറയുകയാണ്, നിന്റെ പിതാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥന നീ പഠിക്കണം. ആ സമയത്ത് യഥാർത്ഥത്തിൽ ആ പുസ്തകം മറിച്ച് ഞാൻ വെറുതെ നോക്കിയിരുന്നു എന്ന് മാത്രം. എനിക്കത് പഠിക്കാൻ കഴിഞ്ഞില്ല. കാരണം കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴിയാതെ എങ്ങനെയാണ് വ്യക്തമായ അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ കഴിയുക? എനിക്കതിന് കഴിഞ്ഞില്ല. എൻ്റെ മനസ്സിൽ വലിയ ഭാരമായിരുന്നു. ജീവിതത്തിൻ്റെ അർത്ഥം അതെന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്ന നിമിഷങ്ങളായിരുന്നു അത്. എൻ്റെ ഉപ്പയെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എൻ്റെ ഉപ്പയുടെ മയ്യത്ത് ആളുകൾ എടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി.
പള്ളിയിൽ വെച്ചു എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ലോകത്തിൻ്റെ അറിവിൻ്റെ നെറുകയിലാണ് നിൽക്കുന്നത് എന്നുള്ള അഹങ്കാരമുണ്ടായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷം ഞാൻ മനസ്സിലാക്കി, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കേണ്ടതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. എല്ലാവരും മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഞാനും കൈകെട്ടി. എന്നാൽ മൂന്നാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ട ആ ഒരു മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് ചൊല്ലാൻ അറിയാതെ അല്ലാഹുമ്മ ഗഫർ ലഹു വർഹംഹു എന്ന് മാത്രം ആവർത്തിച്ച് ഉരുവിടേണ്ടി വന്ന ഒരു പിതാവിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ ഒരു മകൻ ഇതുമാത്രമാണ് ഉരുവിടേണ്ടി വരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അതിനു മാത്രമേ കഴിയുന്നുള്ളൂ എങ്കിൽ അതെത്രമാത്രം ഗതികെട്ട ഒരവസ്ഥയാണ് എന്ന് ചിന്തിക്കണം. അതെത്രമാത്രം ഒരു മകന്റെ പിതാവിനോടുള്ള നന്ദികേടാണ് എന്നാലോചിക്കണം. കരയാൻ മാത്രമാണ് എനിക്കപ്പോൾ കഴിഞ്ഞത്. ഞാൻ നമസ്കാരം നിർവഹിച്ചു. ഉപ്പയുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചു. എല്ലാവരെയും പോലെ ഞാനും 3 പിടി മണ്ണ് എൻ്റെ ഉപ്പയുടെ ഖബറിലേക്ക് എറിഞ്ഞു. അവിടെ നിന്ന് തിരിച്ചു നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ തിരിച്ചു നടന്നത് എൻ്റെ ഇസ്ലാമിലേക്കാണ്, എൻ്റെ ദീനിലേക്കാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്, അത് തിരിച്ചറിഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. ജീവിതത്തിൻ്റെ ഈ ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും നിരർത്ഥകതകൾ, അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നു വന്നു, വേദനിപ്പിക്കുന്ന ഒരുപാട് ചിന്തകൾ. ഉപ്പയെ ശരിക്കും ഞാനൊന്ന് സ്നേഹിച്ചില്ലല്ലോ, അറിഞ്ഞുകൊണ്ട് ഞാനൊന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചില്ലല്ലോ, ഉപ്പയുമായി സ്നേഹത്തോടെ സംഭാഷണങ്ങൾ നടത്തിയില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇന്നെനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഉപ്പയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാൻ, സ്നേഹത്തോടെ അടുത്തിരുന്ന് സംസാരിക്കാൻ. പക്ഷേ എൻ്റെ ഉപ്പ ഇന്ന് ഖബറിലാണ്. ഈ ചിന്തകളെല്ലാം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഇനി ഉപ്പാക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള നിരാശ, അതെൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞപ്പോൾ അവിടെയും പ്രതീക്ഷ നൽകി കടന്നു വന്നത് ഇസ്ലാമിൻ്റെ വെളിച്ചമാണ്. ഇസ്ലാം എനിക്ക് പറഞ്ഞു തന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇൻഖതഅ അൻഹു അമലു, അവൻ്റെ അമലുകളെല്ലാം മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴികെ. ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, ഒന്നവൻ ജാരിയായ സ്വദഖ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ്റെ മരണശേഷവും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മരണശേഷവും അതവൻ്റെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലമെത്തും. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അതല്ലെങ്കിൽ ഒരു ഉപകാരപ്രദമായ അറിവാർക്കെങ്കിലും പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളിൻ്റെ പ്രതിഫലവും ഈ ഖബറിലേക്ക് എത്തിച്ചേരും. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അതുമല്ലെങ്കിൽ സ്വാലിഹായ ഒരു സന്താനം ആ പിതാവ് ഈ ദുനിയാവിൽ വിട്ടേച്ചു പോവുകയും ആ സന്താനം ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഗുണവും അവൻ്റെ ഖബറിലേക്ക് എത്തിച്ചേരും. ഈ ഹദീസ് യഥാർത്ഥത്തിൽ എനിക്ക് ഒരാശ്വാസമായി. ജീവിച്ചിരിക്കുമ്പോൾ പിതാവിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ മരണപ്പെട്ടപ്പോൾ
എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു സ്വാലിഹായ സന്താനമാവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇന്നും ഞാനുള്ളത്. അന്ന് എൻ്റെ പിതാവിനെ ഖബറടക്കി പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇത്രമാത്രമാണ് എന്നോട് പറഞ്ഞത്: ളുഹർ നമസ്കാരം ഇത്ര മണിക്കാണ്. അതായത് അന്നത്തെ ളുഹർ നമസ്കാരത്തിന്റെ സമയം മാത്രമാണ് എന്നോട് പറഞ്ഞത്. നിസ്കാരത്തിന് എൻ്റെ കൂടെ വരണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ വരും. ഈ ളുഹർ നിസ്കാരത്തിന് വേണ്ടി മാത്രമല്ല, ഇന്നു മുതൽ നിന്റെ കൂടെ നന്മകളിൽ മുന്നേറാൻ ഞാനുമുണ്ടാകും. അത്തരമൊരു തീരുമാനമെടുക്കാൻ സഹോദരങ്ങളെ എനിക്ക് പ്രേരണയായത് ജീവിതത്തിന്റെ നിരർത്ഥകത ബോധ്യപ്പെട്ടപ്പോഴാണ്. ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ്. എന്താണ് നമ്മുടെ ലക്ഷ്യം? നാം ഈ ജീവിതത്തിൽ ഈ ലോകത്തേക്ക് മാത്രം ഒതുങ്ങുന്ന സ്വപ്നങ്ങളുമായി അതിൻ്റെ പിന്നാലെ ഒരുപാട് വേർത്തുകൊണ്ട്, ഒരുപാട് എഫേർട്ട് എടുത്ത്, ഒരുപാട് പരിശ്രമിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി മുന്നേറുമ്പോൾ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലായാൽ നോക്കൂ, നമ്മുടെ പരിശ്രമത്തിൻ്റെയും നമ്മുടെ അധ്വാനത്തിൻ്റെയും നമ്മുടെ വിയർപ്പിൻ്റെയും ഒക്കെ അർത്ഥമെന്താണ്? യാതൊരർത്ഥവുമില്ല. അതുകൊണ്ട് ഈ എത്തിയിസത്തിലേക്കും അതുപോലെ തന്നെ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആളുകളുടെ വാദങ്ങളിലേക്കുമൊക്കെ അധികം ആളുകളും പോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർ യഥാർത്ഥ ദീനുൽ ഇസ്ലാമിനെ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ്. ഇന്ന് എക്സ് മുസ്ലിം എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാലത്ത് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളായിരുന്നില്ല. ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാത്ത മുസ്ലിങ്ങളായിരുന്നു അവരിലധികവും. അതല്ലാത്തവർ ഇല്ല എന്നല്ല പറയുന്നത്, അതല്ലാത്തവരും ഉണ്ടായേക്കാം. പക്ഷെ വളരെ റയറായിട്ടുള്ള, അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാത്ത, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹം കിട്ടാത്ത ആളുകൾ മാത്രമാണ് അത്തരം ആളുകൾ. എന്നാൽ അധിക പേരും അവർക്ക് ഇസ്ലാം എന്താണെന്നറിയാതെ അവർ മുസ്ലിമായി, മുസ്ലിം നാമധാരികളായി മാത്രം മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഈ ദീനിന്റെ വില മനസ്സിലാക്കണം. ഈ ദീനിന്റെ മഹത്വം അത് നമ്മൾ തിരിച്ചറിയണം. ഈ ദീനിന്റെ യഥാർത്ഥമായിട്ടുള്ള സ്വാദ് അത് നമ്മൾ രുചിച്ചറിയണം. യഥാർത്ഥ മുസ്ലിമാവുക, ജീവിതത്തിൽ ഇസ്ലാമിനെ കൊണ്ടുവരുന്ന, പ്രായോഗികമായ ഇസ്ലാമിനെ ചേർത്ത് പിടിക്കുന്ന യഥാർത്ഥത്തിലുള്ള മുസ്ലിമാവാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.